വിശ്വാസികൾ ഇതാ ഇനി മിനയിലേക്ക് പോവുകയാണ്. മിനയിലെ ടെന്റിലേക്ക് പോവുകയാണ്. പരിശുദ്ധമായ ഹജ്ജ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിന്റെ അഭിലാഷമാണ്, മോഹമാണ്, ആഗ്രഹമാണ്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വിശ്വാസികൾ ഒഴുകുകയാണ്. അതൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ വിളിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ എത്തിയത്? തന്റെ ഇറാഖിൽ നിന്ന്, ഊർ പട്ടണത്തിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നുപോയ പ്രവാചകനാണ്. തൗഹീദിന്റെ അമര സന്ദേശവുമായി ലോകത്തുടനീളം സഞ്ചരിച്ച മഹാനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രബോധനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ കുടുംബത്തെയുമായി സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. സയ്യിദത്തുനാ ബീവി ഹാജർ റളിയല്ലാഹു അൻഹയുമുണ്ട്. തന്റെ നാട്ടിൽ നിന്ന് പലസ്തീനിലൂടെ, ജോർദാനിലൂടെ, അമ്മാനിലൂടെ പരിശുദ്ധ മക്കയിലേക്ക് എത്തുകയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ ഫൗണ്ടേഷൻ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം, പുനർനിർമ്മാണം ആരംഭിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചു. അവിടെ കുടുംബത്തെ അവിടെ ഉപേക്ഷിച്ച് പോയി, കിലോമീറ്ററുകളോളം നടന്നു, വീണ്ടും തിരിച്ചെത്തി. അവിടെ നീരുറവ കണ്ടെത്തി, സംസം കണ്ടെത്തി. അത്ഭുതങ്ങൾ, മഹാത്ഭുതം. അത്ഭുതത്തിന്റെ കലവറയെ പരിശുദ്ധമായ ഉമ്മുൽ ഖുറാ, ബക്ക, മക്ക എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മക്ക അത്ഭുതത്തിന്റെ കലവറയാണ്. റബ്ബിന്റെ, അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങളുടെ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. അവിടെ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തി. ഹജ്ജിന് വേണ്ടി വിളിക്കാൻ അല്ലാഹു തആല അറിയിച്ചു. ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം നടത്തി. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കാൽനടയായും വാഹനത്തിൽ കയറിക്കൊണ്ടും വിശ്വാസികൾ ഒഴുകുകയാണ്. ആ വിളിക്കുത്തരമായി മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മളൊക്കെ പറയാറുള്ള അങ്ങനെയാണല്ലോ, പരിശുദ്ധ മക്കയിൽ എത്തുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാൻ, ആ വിളി എത്തണം നമ്മളെല്ലാരും പറയാറില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ആളുകൾക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. ഒരു തവണ ഉത്തരം നൽകിയ ആളുകൾ, ഒരു തവണ ലബ്ബൈക പറഞ്ഞവർ, അവർക്ക് ഒരു തവണയും, അതുപോലെ തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഒരുപാട് തവണ ഉത്തരം നൽകിയവർക്ക് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. വളരെ പ്രധാനമായി 7ഓളം കാര്യങ്ങൾ ഈ അറഫാ ദിവസത്തിന്റെ മഹത്വത്തിലുണ്ട്. 7ഓളം കാര്യങ്ങൾ. അതിലൊന്നാണ് പരിശുദ്ധമായ ഹജ്ജ് മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തെരഞ്ഞെടുത്ത മാസത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തെരഞ്ഞെടുത്തു പറഞ്ഞ 4 മാസം ഏതാ? ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസം അതിൽ പവിത്രമാണ്. അല്ലാഹു തആല ആകാശഭൂമിയെ സംവിധാനിച്ച ദിവസം മുതൽ ഇസ്ലാമിക കലണ്ടർ 12 മാസങ്ങളാണ്. അതിൽ 4 മാസം പവിത്രമാണ്. അതിലൊന്ന് റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. മുഹറം ഷഹറുള്ളയാണ്, അല്ലാഹുവിന്റെ മാസമാണ്. അങ്ങനെയുള്ള ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രതകൾ ഏറെയാണ്. ആ ദുൽഹജ്ജ് മാസത്തിന്റെ അതിപ്രധാനമായ ഹജ്ജ് ഉണ്ടല്ലോ, ആ മാസത്തിൽ നടക്കുന്ന ഹജ്ജ് മാസമാണ് ദുൽഹജ്ജ്. ആ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. അൽ വഖൂഫു ബി അറഫത, അറഫയിൽ നിൽക്കുക എന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞപ്പോ ഹാജിമാരൊക്കെ മിനയിലേക്ക് പോകും. മിനയിലെ ടെന്റുകളിൽ അവരിതാ ദുൽഹജ്ജ് 8 അവര് പോവുകയാണ്. യൗമുത് തർവിയയാണത്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ആ രാത്രിയിലാണല്ലോ സ്വപ്ന ദർശനമുണ്ടാകുന്നത്. അതാണ് യൗമുത് തർവിയ. മകനെ ബലിയെറുക്കാനുള്ള സന്ദേശം, പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സന്ദേശം നൽകുകയാണ്, ഓ ഇബ്രാഹിം, നീ നിന്റെ പുത്രനെ ബലി നൽകണം. അത് യൗമുത് തർവിയയാണ്. എന്നാൽ ഈ വിവരം മകനെ വിളിച്ചുകൊണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നേരം വെളുക്കുമ്പോൾ വാപ്പ അറിയിച്ചിട്ടുണ്ടല്ലോ. അത് പുത്രൻ മനസ്സിലാക്കിയ ദിവസമാണ്. യൗമു അറഫ. ഇന്നി യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. കുഞ്ഞുമോനെ, ഇതാ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുകയാണ് നിന്നെ ബലിയറുക്കണമെന്ന്. ഫൽറുർ മാദാ തറാ. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? വാപ്പ മോനോട് ചോദിക്കുകയാണ്. ഇഫ്അൽ മാ തുമർ. വാപ്പ, എന്താണ് അല്ലാഹു നിങ്ങളോട് പറഞ്ഞത്? അത് നിങ്ങൾ നിറവേറ്റുക. എന്താ നോക്ക് നിങ്ങൾ, വാപ്പ ചോദിക്കുന്നു, മകന് അത് അംഗീകരിക്കണം. അറുക്കണം എന്ന് പറഞ്ഞപ്പോഴേ 10, 13, 14 വയസ്സുള്ള സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധത നിങ്ങൾ നോക്ക്. ആ ഒരു മനോധൈര്യം നോക്ക് നിങ്ങൾ. ആ നിശ്ചയദാർഢ്യം നോക്കൂ നിങ്ങൾ. അവരുടെ കരുത്തുറ്റ ഈമാൻ, കരുത്തുറ്റ തൗഹീദ്, ബലിഷ്ഠമായ ഈമാൻ ഒന്ന് നോക്ക് നിങ്ങൾ. ആ വാപ്പന്റെ ഈമാൻ എത്രേ, മകന്റെ ഈമാൻ എത്രേ. അങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നു. അപ്പോ ഹജ്ജിന് പോയവർക്ക് സിമ്പിളായിട്ട് ഹജ്ജ് മനസ്സിലാക്കാൻ ഒരു കാര്യമുള്ളൂ. അതിന് മുമ്പ് ഉംറകൾ വർദ്ധിപ്പിക്കുന്നു, മദീനയിൽ പോയി ക്യാമ്പ് ചെയ്യുന്നു, പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ അവരുടെ ലോഡ്ജ്, അവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്ന്, മക്കയിലെ ഹറം പരിസരത്തായിരിക്കും, അല്ലെങ്കിൽ അസീസിയൽ എവിടെങ്കിലും ആയിരിക്കും. അവിടുന്ന് കുളിച്ച് ഇഹ്റാമിന്റെ സുന്നത്ത് കുളിച്ച് നവൈത്തുൽ ഹജ്ജ, ഹജ്ജിനെ കരുതിക്കൊണ്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് അവൻ പുറപ്പെടണം. ഹജ്ജിനെ കരുതി അയാള് പുറപ്പെടണം മിനയിലേക്ക്. ഇഹ്റാം ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ എവിടെയാണോ അവന്റെ താമസം, ദുൽഹജ്ജ് 8ന്റെ ദിവസം എവിടെയാണോ താമസം, അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് അയാൾ പോവുകയാണ്. അങ്ങനെ പോവണം. അങ്ങനെ പോയിട്ട് ആ ഇഹ്റാമോടുകൂടെ, ഹജ്ജിന്റെ ഇഹ്റാമോടുകൂടെ, ഇഹ്റാമിന്റെ വേഷമുണ്ട്. അങ്ങനെ വാഹനത്തിൽ കയറി മുത്തവീഫ്, സർക്കാർ ഗ്രൂപ്പിലും മറ്റുള്ള പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ വന്ന ആളുകൾ ഇങ്ങനെ മിനയിലേക്ക് പോവുകയാണ്. മിനയിലെ ടെന്റ് അതൊരു ലോകമാണ്, അതൊരു വല്ലാത്ത ലോകമാണ്. നമ്മുടെ അവിടെ മന്ത്രിയും രാജാവും പ്രജയും, പണ്ഡിതനും പാമരനും, ഫഖീറും ഗനിയും എല്ലാവരും ഒരുമിക്കുന്ന സമ്മേളനം. ആ ടെന്റിൽ ഒരു 40 ആള് വരെ ക്യാമ്പ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലെ എയർ കണ്ടീഷൻ സൗകര്യമുള്ള വീട്, ഏതെല്ലാം സൗകര്യമുള്ള വീട്ടിലാ നിന്നാ നമ്മൾ പോകുന്നത്. ആ വീട്ടിൽ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ നമുക്കതൊരു പോരായിയായിട്ട് നമ്മൾ കാണാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ മിനയിലെ ടെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോരായ്മയും പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല. അവിടെ ഒരു റെഡ് ബിൽഡിംഗ് പ്രത്യേകമായിട്ട് അവിടെ വെറുതെ കാലിയായി കിടക്കുക. കാരണം അത് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഉയർന്ന VIP-കൾക്കും VVIP-കൾക്കും വേണ്ടി തയ്യാറാക്കിയ ബിൽഡിംഗാ. പക്ഷെ വർഷങ്ങളായി ഇപ്പൊ അത് ആരും ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുക. മിനയിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി കൊടുക്കേണ്ടതാണ് ലോക പണ്ഡിതന്മാർ തീരുമാനിച്ചത്. അവിടെ പണ്ഡിതനും പാമരനും, രാജാവും മന്ത്രിയും പ്രജയും എല്ലാം സമമാണ്. എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യവരാണ്. സമത്വത്തിന്റെ പാത, ഒരുമയുടെ പാത, അതാണ് ഹജ്ജ് എന്ന് പറയുന്ന മഹാസമ്മേളനം നൽകുന്ന സന്ദേശം. എല്ലാവരും തുല്യാണ്. അവിടെ കുറ്റം പറച്ചിലുകളില്ല, അവിടെ തർക്കിക്കേണ്ട സമയമല്ല, അവിടെ ആവശ്യങ്ങൾ വിചാരിക്കേണ്ട സ്ഥലമല്ല. വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ലേ. അതുകൊണ്ട് എന്താണോ ഉള്ളത് അത് പൊരുത്തപ്പെടുക. ടെന്റ് അതൊരു വല്ലാത്ത ജീവിതത്തിന്റെ ലോകമാണ്. പെണ്ണുങ്ങൾക്കൊരു ക്യാമ്പ്, ആണുങ്ങൾക്കൊരു ക്യാമ്പ്. അങ്ങനെ അവരെ ഓരോ ടെന്റിലും കൂടുന്ന രംഗം കണ്ടാല്
നമ്മള് വീട്ടിലെ ബെഡും അതിന്റെ ബെഡ്ഷീറ്റും അവിടെ AC സംവിധാനവും അല്ലെ, അവിടെ ചെറിയ ഫാനോ അല്ലെങ്കിൽ ചെറിയ സംവിധാനോ AC ഒക്കെ ഉള്ള പിന്നെ അറഫയിലെ കൃത്രിമ ടെന്റുകളുണ്ട്. പക്ഷേ എല്ലാ സംവിധാനവും നമുക്ക് ഒരുമിച്ച് കിട്ടിയോളം എന്നില്ല. അപ്പൊ ഉള്ളത് നമ്മൾ പൊരുത്തപ്പെട്ട് അവിടെ കൂടുക. ഈ മിനയിലെ ടെന്റുകളാണ് പ്രത്യേകം. പണ്ട് മിനയിൽ ദുരന്തം ഉണ്ടായിരുന്നു, ടെന്റുകൾ കത്തിയിട്ട്. ഇപ്പൊ ടെന്റുകൾ കത്തുന്ന പരിപാടിയില്ല. കാരണം അത് മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഒക്കെ ഒഴിച്ചിട്ട് സൗദി ഗവൺമെന്റ് പരിശോധിച്ച് ആ പരീക്ഷണാർത്ഥം സ്ഥാപിച്ച ടെന്റുകളാണ് അവിടെ ഉള്ളത്. ആ ടെന്റുകളിൽ എല്ലാവരും ഉണ്ട്. ഒരു ടീം ഇങ്ങനെ കിടക്കുമ്പോ ഒരു ടീം ഇങ്ങനെ, രണ്ടു കൂട്ടരും തലൊരു ഭാഗത്ത്, കാല് ഒരു കൂട്ടരുത് കിഴക്കോട്ടാണ്, മറ്റൊരുത് പിന്നെ പടിഞ്ഞാറോട്ട്, ഒരു കൂട്ടരുത് വടക്കോട്ടാണെങ്കിൽ ഒരു കൂട്ടരുത് വടക്കോട്ടാണെങ്കിൽ മറ്റൊരു കൂട്ടർ തെക്കോട്ട്. അങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഒരു ബെറ്റും ഒരു തലയണയും, ചെറിയ ബെറ്റ്. അതിലാണ് മിനയിലെ ടെന്റുകളിൽ അവർ വസിക്കുന്നത്. ഹജ്ജ് 8 അവിടെ എത്തി. യൗമു തർവിയയുടെ രാവിലെ അവിടെ രാപ്പാർത്ത്. അങ്ങനെ ദുൽഹജ്ജ് 9 മുത്തൈഫ് എന്ന് പറയും, കുറച്ച് നേരത്തെ കൊണ്ടുപോകണവരുണ്ടാവും. ഇവര് ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ ഉംറക്ക് ഇഹ്റാം ചെയ്താലും ഹജ്ജിന് ഇഹ്റാം ചെയ്താലും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് മുഹറമാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായിട്ട് അവിടെ കഴിഞ്ഞുകൂടണം. ആ ടെന്റിൽ ഭക്ഷണമൊക്കെ കിട്ടും, വെള്ളം കിട്ടും. അതൊക്കെ നമ്മൾ പരമാവധി ഉള്ളത് ഉപയോഗപ്പെടുത്തി പൊരുത്തപ്പെട്ട് ദുൽഹജ്ജ് 9 ആകുമ്പോൾ ലോക മുസ്ലിമീങ്ങളുടെ മഹാസമ്മേളനം, ഐക്യത്തിന്റെ സമത്വത്തിന്റെ സമ്മേളനം. ആ മഹാസമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ കുളിച്ച് ഫ്രഷായി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ അറഫയിലേക്ക് പോവുകയാണ്. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോവുക. അത് ബസ് മാർഗം പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. അധികവും നടക്കാനേ കഴിയുള്ളൂ. അങ്ങനെ നടന്നുപോയി അവിടെ മസ്ജിദുൻ നമിറയുണ്ട്. മസ്ജിദുൻ നമിറ അത് അറഫയിലെ പള്ളിയാണ്. പക്ഷെ അതിന്റെ 1/4 ഭാഗം മാത്രമേ അറഫയുള്ളൂ, 1/4 ഭാഗം അറഫയുടെ പുറത്താണ്. അപ്പൊ ആ പള്ളി കയറിയിട്ട് നമ്മൾ ഈ പറയുന്ന മിനയിലൊക്കെ നിസ്കാരത്തിനൊരു രീതിയുണ്ട്. കസ്റാക്കി അവിടുന്ന് മിനയിൽ നമ്മൾ നിസ്കരിക്കും. ഇവിടെ ജമ്മും കസറുമാണ്. അസറും ലൊഹറും ഒന്നിച്ച് നിസ്കരിക്കും. ലൊഹറ് 2, പിന്നെ ഇഖാമത്ത് കൊടുത്ത് അസറ് ജമ്മു തഖദീമാണ്. ലൊഹറിന്റെ സമയത്ത് അസർ നിസ്കരിക്കും. ദുൽഹജ്ജ് 9 അഥവാ അതിപ്രധാനമായ ദിവസവും അറഫ. ഹാജിമാർ പരിശുദ്ധമായ അറഫയിൽ പാൽക്കടൽ സൃഷ്ടിക്കുകയാണ്. എല്ലാവരും അറഫയിലെത്തുക. എല്ലാത്തൊരു സംഗമമാണ് അറഫ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അന്ന് മുത്തവിഫ് ഇയാൾക്ക് ബോധമുണ്ടോന്നാ നോക്കുക. ഹോസ്പിറ്റലിൽ, സൗദിയിലെ പല ഹോസ്പിറ്റലിൽ രോഗികളായി ഹജ്ജിന് പോയിട്ട് രോഗികളായി കിടക്കുന്ന പല ആളുകളുണ്ടാവും. അവർ ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷെ അവിടുത്തെ മുത്തവിഫ് എന്ത് ചെയ്യും? ബോധമുണ്ടെങ്കിൽ കുറച്ചു നേരെങ്കിലും അവിടെ അറഫയിൽ വന്ന് ഇരിക്കാനോ നിൽക്കാനോ എങ്ങനെയാ പറ്റുന്നത്? കുറച്ചു നേരം അവിടെ വന്നൊന്ന് നിന്നാലൊന്ന് ഇരുന്നാലൊന്ന് കിടന്നാൽ അവന് ഹജ്ജ് ലഭിക്കും, അല്ലെങ്കിലോ അയാൾക്ക് ഹജ്ജില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അപ്പൊ അവിടെ അറഫ, അവിടെ നിന്ന് ഉച്ചയോടടുത്ത് വന്ന് ലോഹറിന്റെ സമയമാകുമ്പോ മസ്ജിദ് നമിറയിൽ സൗകര്യം കിട്ടിയോല് അറഫയുടെ ബോർഡർ കൃത്യമായിട്ട് അവിടെ മനസ്സിലാവും. അതിനുള്ള അറഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിദായത്തു അറഫാത്ത്, നിഹായത്തു അറഫാത്തും ഒക്കെ മഞ്ഞ ബോർഡ് ഇങ്ങനെ കാണാം. അത് പള്ളിയുടെ ഏത് ഭാഗത്താ കറക്റ്റ് അതിൽ ആ ബൗണ്ടറിക്ക് ഉള്ളിൽ പെടണം. അതിന്റെ പുറത്ത് കുറച്ച് ഭാഗമുണ്ട് പള്ളിന്റെ. ആ ചെരുവിലോ മൂലയിലോ ഏതെങ്കിലും പോയി സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ പള്ളി നിസ്കരിച്ചാൽ പോലും നമുക്ക് എന്ത് കിട്ടൂല? അറഫയുടെ മഹത്വം അല്ലെ ഹജ്ജിന്റെ ഇതിൽ കിട്ടൂല. കാരണം അൽ ഹജ്ജു അറഫയാണല്ലോ. അപ്പൊ അറഫയിൽ നിന്ന് ഫലം കിട്ടൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. അറഫയുടെ പുറത്ത് നിന്നിട്ട് യാതൊരു കാര്യമില്ല.
അറഫയിൽപ്പെട്ട ബൗണ്ടറിയിൽ പെട്ടിരിക്കണം. അങ്ങനെ ദുൽഹജ്ജ് 9 അറഫ സംഗമം. ഹാജിമാരുടെ ഒരു സിസ്റ്റാണ്. ഇഹ്റാം എവിടെയാണോ അവരെ താമസം, ആ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് അവരെല്ലാവരും മിനയിൽ വന്ന് ടെന്റിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ അവരെന്ത് ചെയ്യും? ദുൽഹജ്ജ് 9 അറഫയിലേക്ക് വന്ന് അറഫയിലെ സംഗമം.